എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കേരള എന്നുള്ളത്, അതായത് നമ്മുടെ കേരള സർക്കാർ തന്നെ നടത്തുന്ന നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജാണിത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടാവും. അതുപോലെ ഈ ഒരു സൗജന്യ കിറ്റുമായി നിങ്ങൾക്ക് ചില റേഷൻ കാർഡോട്ടും കട ഉടമകൾ എന്ത് ചെയ്യും, പിന്നെ ഈ അരിയും മറ്റൊക്കെ പൂഴ്ത്തിയേക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പരാതികളും മറ്റും എന്ത് ചെയ്യുക, ഈ ഒരു ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അവർ നിങ്ങൾക്ക് മറുപടി തരും. ഇനി അഥവാ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫോൺ നമ്പർ കാണാൻ സാധിക്കും. ആ ഒരു മൊബൈൽ നമ്പറിൽ വിളിക്കാൻ സാധിക്കും. അവരുടെ തന്നെ മൊബൈൽ നമ്പറാണ്, അതായത് ആ ഒഫീഷ്യൽ പേജിൽ അവർ കൊടുത്ത് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഈ 4 മാസത്തേക്കുള്ള സൗജന്യ കിറ്റിൻ്റെ വിതരണം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ മാസത്തെ, അതായത് സെപ്റ്റംബർ മാസത്തെ വിതരണം ഒക്ടോബറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ APL നീല വെള്ള കാർഡുകാരുടെ സൗജന്യ കിറ്റ് എപ്പോഴാണെന്നുള്ള ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല. അവരന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഡേറ്റ് അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പേജിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ അറിയുക. അത് തന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കും, അല്ലാതെ ഫേക്ക് ന്യൂസ് മറ്റൊന്നല്ല. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്, സർക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സർക്കാർ പറഞ്ഞ കാര്യം തന്നെ അവർക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിലൊക്കെ അവർ ഇത്രയും നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ PHH റോസ് കാർഡുകാർ, അതായത് BPL റോസ് കാർഡുകാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൗജന്യ കിറ്റിന് വിതരണം ചെയ്യുന്നത്. അപ്പോൾ പല കാർഡുകാർക്കും കിറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഈ ഒരു റോസ് കാർഡുകാർക്ക് തന്നെ. അപ്പോൾ അവർ 2 ദിവസം കൂടി സമയം നീട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വ്യാഴാഴ്ചയും ഇന്നും, അതായത് വെള്ളിയാഴ്ചയും കൂടിയിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, കിറ്റ് ഇതുവരെ മേടിക്കാത്തവരുണ്ടെങ്കിൽ, നമ്പറൊക്കെ ക്രമമൊന്നുമില്ല, ഇതുവരെ മേടിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യുക, കിറ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു കാര്യവും എല്ലാവരും ഓർത്തു വെക്കുക. ഇതുവരെ APL നീല വെള്ള കാർഡുകാരുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും അവർക്കും എന്തായാലും ഉണ്ടാവും, ഇനി ഉണ്ടാകാതെ ഇരിക്കുകയില്ല. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ആദ്യം തന്നെ എല്ലാവരോടും പറയുകയാണ്, നമ്മൾക്ക് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ, ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആരും ഫേക്ക് ന്യൂസ് എന്നൊന്നും പറയേണ്ട, കറക്റ്റായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം. അതുവരേക്കും ഗുഡ് ബൈ.